നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം ഒറ്റമുറി വെളിച്ചം, മികച്ച നടൻ ഇന്ദ്രൻസ്, മികച്ച നടി പാർവതി. ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് മികച്ച സംവിധായകൻ. മന്ത്രി എ കെ ബാലനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. കാലങ്ങളായി നിലനിന്ന കീഴ്വഴക്കങ്ങളെ പൊളിച്ചെഴുതുന്നതായി 2017 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം. പുരസ്കാരങ്ങളിൽ ഭൂരിഭാഗവും കൈയടക്കിയത് നവാഗതർ. ഈ വർഷത്തെ അവാർഡിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം പുരസ്കാര ജേതാക്കളിൽ 78% കലാകാരന്മാരും ആദ്യമായി സംസ്ഥാന പുരസ്കാരം നേടുന്നു എന്നതാണ്. 37-ൽ 28 പുരസ്കാരങ്ങൾ ഈ വിഭാഗത്തിനാണ്. ആളൊരുക്കം എന്ന ചിത്രത്തിലെ അഭിനയ മികവ് ഇന്ദ്രൻസിനെ മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനാക്കി. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് മികച്ച സംവിധായകൻ. ചിത്രം ഈ മായൗ. നവാഗതനായ രാഹുൽ റിജി നായർ ഒരുക്കിയ ഒറ്റമുറി വെളിച്ചം മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഏതനാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. നടനായി. ഈ മായൗ, ഒറ്റമുറി വെളിച്ചം തുടങ്ങിയ സിനിമകളിലെ അഭിനയ തികവിന് പോളി വത്സൻ മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എം എ നിഷാദാണ് മികച്ച കഥാകൃത്ത്. ചിത്രം കിണർ. ഏതന് ക്യാമറ ചലിപ്പിച്ച മഹേഷ് മാധവന് മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം ലഭിച്ചു. ക്ലിന്റിലെ ഗാനങ്ങൾക്ക് പ്രഭാവർമ്മ ഗാനരചയിതാവിനുള്ള പുരസ്കാരത്തിന് അർഹനായി. ഭയാനകം എന്ന ചിത്രത്തിന് സംഗീതമൊരുക്കിയ എം കെ അർജുനാണ് മികച്ച സംഗീത സംവിധായകൻ. ഷഹബാസ് അമൻ മികച്ച ഗായകനും സിതാര കൃഷ്ണകുമാർ മികച്ച ഗായികയുമായി. പുരസ്കാര ജേതാക്കളായ ഇന്ദ്രൻസ്, അലൻഷിയർ, രാഹുൽ നായർ, സിതാര കൃഷ്ണകുമാർ, സന്തോഷ് രാമൻ, ഡോക്ടർ ബിജു തുടങ്ങിയവരാണ്. വിവിധ സ്റ്റുഡിയോകളിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോ വയറുവേദന മാത്രല്ലേ ഉള്ളൂ എന്ന് കരുതി സമാധാനിക്കുക. കീടനാശിനിയിൽ മുക്കി ഉണ്ടാക്കണ അരി സ്ഥിരമായി കഴിച്ചാൽ കൂടിയതെന്തെങ്കിലും വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ടാണ് ഒരുപാട് മരുന്നൊന്നും വേണ്ട, കീടനാശിനി തൊടിയിക്കാതെ കൃഷി ചെയ്ത് തവിട് കളയാതെ കുത്തിയെടുക്കുന്ന സ്വാദ് അടാട്ട് മട്ടയിൽ തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയണം. ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി, ഒരു നേരെയെങ്കിലും നല്ലത് കഴിക്കാലോ. കീടനാശിനി വിമുക്തമായ സ്വാദ് അടാട്ടുമട്ടയരി. ആദ്യം ശ്രീ ഇന്ദ്രൻസ്, ഓട്ടൻതുള്ളൽ കലാകാരൻ പപ്പു പിഷാരടിയെ അഭിനയിച്ചതിനാണ് താങ്കൾക്ക് ഇന്ന് മലയാള ചലച്ചിത്രത്തിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നായ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആഗ്രഹിച്ചത്, മോഹിച്ചതാണോ ഇപ്പോൾ 507 ചിത്രങ്ങൾക്ക് ശേഷം വന്നുപെട്ടിരിക്കുന്നത്? മോഹം ഉണ്ടായിരുന്നു സാർ. എന്നാലും അതിൻ്റെ സമയമാകുമ്പോൾ അതിന് യോഗ്യമായ സിനിമ വരുമ്പോൾ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വളരെ ഇപ്പം ശരിക്കും അങ്ങനെ ഒരു ഇന്നലെ വരെ ഉണ്ടായില്ല. എന്നാൽ രാത്രി ഇന്ന് രാവിലെയൊക്കെ മീഡിയയിലുള്ള കൂട്ടുകാരൊക്കെ വിളിച്ചപ്പോഴത്തേക്കും അതിലുണ്ടാവുമെന്ന് തോന്നി. ഇന്നിപ്പോൾ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു നിര ടെലിവിഷൻ ചാനലുകൾ ഇന്ദ്രൻസിന്റെ വസതിയിലുണ്ടായിരുന്നു. ഒരു മുന്നൊരുക്കമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇന്ദ്രൻസിനാണ് ഇത്തവണത്തെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരമെന്ന്. അങ്ങനെ കുറച്ച് പേര് പറഞ്ഞു, ചിലപ്പോൾ നിങ്ങളുടെ പടമുണ്ട്, പക്ഷെ ഇന്നലെ വരെ പറഞ്ഞ് കേട്ടതിൽ നമ്മളെ പടം ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ പ്രതീക്ഷ അങ്ങ് പോയി. എങ്കിലും രാവിലെ എല്ലാവരും വന്നപ്പോഴത്തേക്കും അയൽക്കാരൊക്കെ പേടിച്ചു. പലരും കയ്യിൽ റീത്തില്ലെന്നേ ഉള്ളൂ. ഒത്തിരി പേര് ഓടി വീട്ടിലേക്ക് വന്നു. റീത്തില്ലാത്തത് കൊണ്ട്, റീത്തില്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ക്യാമറകളാണ് കൂടുതൽ വരിക. അതുകൊണ്ട് തീർച്ചയായും അയൽവക്കക്കാർക്കൊന്ന് പേടിക്കാനുള്ള സാഹചര്യം ഉണ്ട്. ശ്രീ ഇന്ദ്രൻസ്, താങ്കളുടെ സുരേന്ദ്രൻ എന്നുള്ള കാലഘട്ടം, ഞാൻ മുമ്പ് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ താങ്കളുടെ ഒരു ദീർഘ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ താങ്കളുടെ അനുഭവം, ഒരു വിദ്യാഭ്യാസം പകുതി വെച്ച് അവസാനിപ്പിക്കുന്ന, പിന്നീട് തയ്യൽക്കാരനായി വരുന്ന, തയ്യൽക്കാരനായിരിക്കുമ്പോൾ തന്നെ ബന്ധുവിൻ്റെ തയ്യൽ ഷോപ്പിൽ നിൽക്കുമ്പോൾ തന്നെ നാടകങ്ങൾക്ക് വേണ്ടി പോകാനുള്ള ധൃതി കാണിക്കുന്ന, പണിയിൽ താല്പര്യം കാണിക്കാത്ത, ഒടുവിൽ സിനിമയിലെത്തിപ്പെട്ട് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ പിന്നീട് ഒരു കോമഡി താരത്തിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച നടനായി ഉയർന്ന സുരേന്ദ്രൻ. ആ സുരേന്ദ്രൻ്റെ വളർച്ച അത്ഭുതകരമെന്ന് മാത്രമല്ല ശ്രീ ഇന്ദ്രൻസ്, അതിനപ്പുറം അസൂയാവഹവും കൂടിയാണ്. അതെങ്ങനെയാവും? ഞാൻ കുറേ കാലം കൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കുമല്ലേ, ഓരോന്ന് കണ്ട് പഠിക്കുന്നതല്ലേ. ആളൊരുക്കം എന്ന സിനിമയിൽ
താങ്കളുടെ ചിത്രത്തിന്റെ സംവിധായകന്റെ പേര് കൂടി പറയണമല്ലോ, VC അഭിലാഷ് വിളിക്കുമ്പോൾ ഇതങ്ങനെ തനിക്ക് തൻ്റെ അഭിനയശേഷി പൂർണ്ണമായും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് എന്ന് ശ്രീ ഇന്ദ്രൻസ് താങ്കൾ തിരിച്ചറിഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെയില്ല. എനിക്ക് അങ്ങനെ പ്രധാന വേഷം ചെയ്യാൻ വരുന്ന സിനിമകൾ കുറവല്ലേ, അപ്പോൾ വരുന്നതിന് സ്വീകരിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ വന്നതൊക്കെ നല്ലതായിരുന്നു. നല്ല മൺറോത്തുരുത്ത് പോലെയും പാതിയും. ഇപ്പം അഭിലാഷം വന്ന് കഥ പറയുമ്പോൾ ആദ്യം ഒരു പേടി തോന്നും, ഞാൻ തന്നെയല്ലേ ഉള്ളൂ, വേറെ പിന്നെ അതിൽ ആരും ഇല്ലെങ്കിൽ ആ പടം പിന്നെ എങ്ങനെയാവും എന്നൊക്കെ ഒരു ഉണ്ട്. പക്ഷെ അഭിനയിക്കാൻ കൊതി തോന്നുന്ന കഥാപാത്രമായിരുന്നു. ഒരു ഓട്ടൻ തുള്ളൽ കലാകാരൻ പപ്പു പിഷാരടി. നമ്മളൊന്നും ആ സിനിമ കണ്ടിട്ടില്ല, കാരണം ചലച്ചിത്രമേളകളിൽ മാത്രമേ ഇപ്പോഴത് പ്രദർശിപ്പിച്ചിട്ടുള്ളൂ. തിയേറ്ററുകളിൽ വരും എന്ന് വിചാരിക്കുകയാണ്, ആഗ്രഹത്തോടെ കാത്തു നിൽക്കുകയാണ് ശ്രീ ഇന്ദ്രൻസ് ആളൊരുക്കം കാണുന്നതിന് വേണ്ടി. ഇന്റർനെറ്റിൽ പരതുമ്പോൾ ഓർമ്മയിൽ നിന്നുള്ള പ്രണയാനുഭവങ്ങളാണ് ഇതിവൃത്തം എന്ന് പറയുന്നു. എന്താണ് ഈ ഓർമ്മയിൽ നിന്നുള്ള പ്രണയാനുഭവങ്ങൾ? ഇന്ദ്രൻസിൻ അവതരിപ്പിച്ച പപ്പു പിഷാരടി തൻ്റെ പ്രണയാനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണോ ആ ചിത്രം മുന്നോട്ട് പോകുന്നത്? അതല്ല സാർ, അതിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു പ്രണയിക്കാനും സ്നേഹിക്കാനും. അതിന് എതിർക്കപ്പെടേണ്ടതല്ല. അങ്ങനെ ഉള്ളവരെ അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നതിന് അങ്ങനെ ആയിരുന്നില്ല പപ്പു പിഷാരടി. അദ്ദേഹത്തിൻ്റെ ഒരു ഇത്തിരി ഓട്ടം തുള്ളലുകാരൻ, നാലാൾ അറിയുന്നു എന്നുള്ളൊരു അഹങ്കാരമൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ വലിയ തറവാടുകാരനും അതിൻ്റെ പേരൊക്കെ പറയും, ആഢ്യത്യം. അതിനിടയ്ക്ക് ഒരുപക്ഷെ മക്കളെക്കുറിച്ചോ അവരുടെ സ്നേഹം തിരിച്ചറിയാനോ പറ്റാതെ മതിച്ച് നടന്നിരുന്ന ഒരു സമയത്ത് ഒന്ന് പിണങ്ങി മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാ വഴക്ക് പറഞ്ഞപ്പോൾ. അപ്പോൾ ആ മോനെ പിന്നെ തിരയുന്നത് ഓരോന്നോരോന്നായിട്ട് കൈപ്പിടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ട് വയസ്സാം കാലത്ത് ആരുമില്ലാതാവുമ്പോഴാണ് ആ മോനെ അന്വേഷിച്ചിറങ്ങുന്നത്. അതാണ് ആ പ്രണയവും സ്നേഹവും ഒക്കെ. ആ ഒരു നല്ല പ്രായത്തിൽ അവർക്ക് ആരെ ആയാലും നമ്മൾ ചെറുക്കപ്പെടേണ്ടതല്ല, അത് നമ്മൾ സ്നേഹിക്കേണ്ട സമയവും അവർക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് അയാൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആദ്യം പിടിക്കുകയാണ് പപ്പു പിഷാരടി. പിന്നീട് ടി വി ചന്ദ്രൻ ചെയർമാനായുള്ള ജൂറിയാണ് ഇപ്പോൾ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ അവാർഡുകളും കണ്ടല്ലോ. ഇന്ദ്രൻസിനാണ് മികച്ച നടനുള്ള പുരസ്കാരം. സമീപകാലത്തായി സാധാരണഗതിയിൽ വലിയ മസിലുള്ള നായക നടന്മാർക്ക് മാത്രം നൽകുന്ന ഒന്നായിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം. ഏറെക്കുറെ അങ്ങനെയാണെന്നേ പറയാൻ കഴിയൂ, എല്ലാം അങ്ങനെയല്ല. പക്ഷെ സമീപകാലത്തായി സലിം കുമാർ മുതൽ ഇപ്പോൾ ഇന്ദ്രൻസ് വരെ എത്തുമ്പോൾ ജൂറി കുറെ കൂടി ജനാധിപത്യപരമാകുന്നു എന്നാണോ വിലയിരുത്തൽ? അങ്ങനെ പറയാൻ അറിയില്ല ജി, എങ്കിലും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച പാർവതി ആദ്യം അഭിനന്ദനങ്ങൾ. ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് ചലച്ചിത്രമേളകളിൽ പുരസ്കാരം ലഭിച്ചു, ഇപ്പോൾ സംസ്ഥാന അവാർഡും ലഭിച്ചിരിക്കുന്നു. ആദ്യ പ്രതികരണം എന്ത്? യുദ്ധകാലഘട്ടത്തിൽ അവിടെ നിന്ന് കുറച്ച് നഴ്സുമാർ നാട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ വെല്ലുവിളികളെല്ലാം വാർത്തയിലൂടെ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തവരാണ്. അതിൽ നിന്ന് മഹേഷ് ഒരു സിനിമയുണ്ടാക്കുന്നു, സമീറ എന്നൊരു കഥാപാത്രത്തെ ഉണ്ടാക്കുന്നു. രണ്ട് ദിശകളിലാണ് സമീറയുടെ വ്യക്തിജീവിതം, അതിനോടൊപ്പം തന്നെ ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ മിഡിൽ ഈസ്റ്റിലുള്ള സാഹസികമായ ജീവിതം. അവിടെയാണ് പാർവതി എല്ലാ അവാർഡുകൾക്കും മേലെ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഗംഭീര അഭിനയം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒരു എന്താ പറയുക, എല്ലാം ചേർന്ന് വരണം ഇതിനകത്ത്. അതെങ്ങനെ വന്നു, അതെങ്ങനെ ഈ സിനിമയിൽ സംഭവിച്ചു എന്നെ സംബന്ധിച്ച് ഒന്ന് ഓർത്തെടുക്കാമോ? ജീവിതത്തിൻ്റെ പാടുകളില്ലാത്ത സിനിമാ നടിമാരാണ് അത് അഭിനയിക്കുക. പക്ഷേ പാർവതി മേക്കപ്പ് അധികം വരില്ല എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ ചിത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് തോന്നുന്ന രീതിയിലാണ്. അപ്പോൾ അത് എനിക്ക് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്ര കണ്ട് സത്യസന്ധമാകും? ഇല്ല, ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്റെ പ്രിപ്പറേഷനിൽ തിരിച്ചറിഞ്ഞില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഒരു സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് എങ്ങനെ പോകും, ആൾക്കാർ എങ്ങനെ അത് ആക്സെപ്റ്റ്, എങ്ങനെയാണ് ഓരോ പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ളത്, അതിനും എനിക്ക് മഹേഷിന്റെയും സാനുവിന്റെയും ഒരു വലിയ ഹെൽപ്പ് കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി പ്ലാൻഡ്. വനിതാ ദിനമാണ്, നേരത്തെ പാർവതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ. പാർവതി നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച വർഷം കൂടിയാണ്, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ ശ്രദ്ധേയമായ വർഷം കൂടിയാണിത്. അവിടെയാണ് ടേക്ക് ഓഫിലെ വേഷത്തിന് പുരസ്കാരവും ലഭിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷം 2017 എന്ന വർഷം ഒട്ടും മോശമായിരുന്നില്ല പാർവതിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിലും ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലും. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ എന്നോട് എപ്പോഴും താങ്ക് യു സോ മച്ച്.
ശ്രീ അലൻഷിയർ, മികച്ച സ്വഭാവ നടനാണ് താങ്കൾ. ആദ്യ പ്രതികരണത്തിൽ ഇപ്പോൾ എൻ്റെ സ്വഭാവം നല്ലതാണെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം. സ്വഭാവ നടനായി തൊണ്ടിമുതൽ എന്ന ചിത്രത്തിലൂടെ വരുമ്പോൾ എന്തു പറയാനുണ്ട് താങ്കൾക്ക്? സന്തോഷമുണ്ട്. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അഭിനയം കുട്ടിക്കാലത്ത് തുടങ്ങിയത്. പക്ഷേ എന്നിരുന്നാൽ പോലും സ്കൂളിലൊക്കെ നാടകം കളിക്കുമ്പോൾ, മത്സരത്തിൽ നാടകം കളിക്കുമ്പോൾ സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് വലിയ വാശിയായിരുന്നു. സമ്മാനം കിട്ടിയില്ല വലിയ സങ്കടം തോന്നും. പക്ഷേ സിനിമയിൽ എത്തിപ്പെടുമ്പോൾ ഇങ്ങനെയൊന്നും മോഹിച്ചിട്ടേ ഇല്ല. പക്ഷേ തൊണ്ടി മുതൽ കഴിഞ്ഞിട്ട് ആ സിനിമയുടെ തുടർച്ചയായിട്ട് പല ജനകീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഈ കൂട്ടായ്മകളൊക്കെ, ഫേസ്ബുക്ക് കൂട്ടായ്മ, അങ്ങനെ നവമാധ്യമങ്ങളുടെ കൂട്ടായ്മകളൊക്കെ ഈ സിനിമയെ നല്ല സിനിമയായി തിരഞ്ഞെടുക്കുകയും അതിൽ നല്ല നടനായിട്ടും സഹനടനായിട്ടും നല്ല നടിയായിട്ടൊക്കെ പലരെയും തിരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, സത്യത്തിൽ ഇതിന് സ്റ്റേറ്റിൻ്റെ ഒരു ബഹുമതി കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം സ്വാഭാവികമായി എല്ലാ മനുഷ്യരും ആഗ്രഹിക്കും. ഞാൻ ചെയ്യുന്നൊരു സാധനത്തിനൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ആഗ്രഹിച്ചു. പക്ഷേ ഇത് എനിക്ക് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ചാനലുകാർ ഇവിടെ വന്നത് നിമിഷ തന്നെ പറഞ്ഞതുപോലെ നിമിഷയെ ഇതിൻ്റെ അകത്ത് ഫൈനൽ റൗണ്ടിൽ വരികയും നിമിഷയെ കാണാൻ വേണ്ടിയിട്ടാണ്, നിമിഷയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓടി വന്നതായിരുന്നു ചാനലുകാർ. പക്ഷേ ആ സമയത്ത് ഞാനിവിടെ ഹോട്ടൽ റൂമിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഈ ചാനലുകാരുടെ യാത്ര മുഴുവൻ വെറുതെ വേസ്റ്റായി പോയനെ. ഇതുവരെ വൈക്കം വരെ വന്നതിൻ്റെയൊക്കെ വേസ്റ്റായി പോയനെ. ഭാഗ്യം കൊണ്ട് ചാനലുകാർക്ക് എന്നെ കിട്ടി. അങ്ങനെയാണ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ നല്ല സ്വഭാവക്കാരനാണെന്ന് മനസ്സിലായില്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പോകാൻ പറ്റിയത്. അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ഒരു തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ എൻ്റെ സ്വഭാവം വളരെ മോശം. തൊണ്ടി മുതൽ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടത്ര പുരസ്കാരങ്ങൾ കിട്ടി എന്ന് ശ്രീ അലൻസിയർ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ വർഷം ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. അതിന് വേണ്ടത്ര അവാർഡുകൾ കിട്ടിയോ? നിതീഷ്, ഇത് തീരുമാനിക്കുന്നത് 10 അംഗ ജൂറിയാണ്. ഈ ജൂറി മാറിയിട്ട് വേറൊരു 10 അംഗം വന്നാൽ ഈ വിധി നിർണ്ണയമായിരിക്കില്ല വരിക. കാരണം ജഡ്ജിമാരുടെ അഭിരുചിയെയും ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഈ വിധി നിർണ്ണയത്തെ സ്വാധീനിക്കാം. അത് ആ 10 പേരുടെ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെയാണ്, ആ സിനിമ ജൂറിയുടെ തീരുമാനം അന്തിമമാണെന്ന് അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും സിനിമ സമർപ്പിക്കുന്നത്. അപ്പോൾ അത് അംഗീകരിക്കാമെന്നേ ഉള്ളൂ. ആ 10 അംഗ ജൂറി അംഗീകരിച്ച് നിങ്ങൾ കൊടുക്കുന്ന ആ സിനിമ നിർണ്ണയം, ആ വിധി നിർണ്ണയത്തെ നിങ്ങൾ അംഗീകരിക്കാമെന്നുള്ളൂ. നാളെ ഒരു ജൂറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ വിധി നിർണ്ണയം ഇങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് വേറെ തരത്തിലായിരിക്കും. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇത് പുതിയ കാലത്ത് സംഭവമൊന്നുമല്ല, അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. കേരളത്തിൻ്റെ മാത്രം പ്രത്യേകത, ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു സ്പോർട്സ്, നമ്മൾ ഒരാൾ ഒരു വരിയിൽ നിർത്തിയിട്ട് അങ്ങേയറ്റം ഓടിച്ചെല്ലു, ആദ്യം ഓടിയെത്തുന്നതിന് സമ്മാനം കൊടുക്കുന്നത് പോലെ വിധി നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു രംഗമേ അല്ല കലാരംഗം. അത് എനിക്ക് തോന്നുന്നില്ല, ഒരു മത്സരമായിട്ട് ഇതിനെ പരിഗണിക്കുന്നത് പോലും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു വിധി നിർണ്ണയം 10 പേരാൽ നിർണ്ണയിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചലച്ചിത്ര അഭിനയത്തിനൊപ്പം തന്നെ വ്യത്യസ്ത പ്രതിഷേധങ്ങൾ അലൻഷിയർ താങ്കൾ നടത്തിയിട്ടുണ്ട്. അസഹിഷ്ണുതയ്ക്കെതിരെ തുണിയഴിച്ചുള്ള പ്രതിഷേധം, തോമസ് ചാണ്ടി രാജിവെക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് പാൻറ്റിൻ്റെ സിബ് തുറന്നിട്ടു, കണ്ണ് ചൂഴ്ന്നെടുക്കുമെന്നൊരു കേന്ദ്രമന്ത്രി പറഞ്ഞപ്പോൾ കണ്ണുകെട്ടി പ്രതിഷേധിച്ചു, അമേരിക്കയിൽ ടിക്കറ്റ് ചോദിച്ചുകൊണ്ട് ഒറ്റമുണ്ടെടുത്ത് കിലുക്കാമ്പട്ടിയുമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ താങ്കൾ ഭിക്ഷയെടുത്തു. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഒരു നടൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് എന്ന് താങ്കൾ ഇതിനകം തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രതിഷേധത്തിലൂടെ. അത് പക്ഷേ പലർക്കുമില്ല. ശ്രീ അലൻഷിയർ, ഒരു നടൻ എന്നുള്ള നിലയിൽ പലതിൽ നിന്നും പലരും ഒഴിഞ്ഞു നിൽക്കുന്നത് ചിലർക്കെങ്കിലും അക്കാര്യത്തിൽ തന്നോട് അതൃപ്തി വേണ്ട, അപ്രീതി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. താങ്കൾക്ക് അങ്ങനെ ഇല്ല. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ് അവർ അത്തരം കാര്യങ്ങളിൽ, ഇത്തരം വിഷയങ്ങളിൽ മാറി നിൽക്കുന്നതെന്നുള്ള കാര്യത്തിൽ അത് അവരവരോടാണ് ചോദിക്കേണ്ടത്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ശീലിച്ചിട്ടുള്ള ഇത് ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുട്ടിക്കാലം മുതൽ തന്നെ ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരു നാടക രീതിയാണ് ഇത്തരം പ്രതിഷേധങ്ങളെന്ന് പറയുന്ന പരിപാടി. അത് ഞാൻ സിനിമയിലെത്തിയപ്പോഴും തുടരുന്നതേ ഉള്ളൂ. എനിക്ക് സിനിമാക്കാരനായതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ഒരു ഇഷ്യൂവിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അത് എൻ്റെ രീതിയാണ്. ആ രീതി മറ്റുള്ളവർ തുടരണമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരൊന്നും ഞാൻ ചെയ്യുന്ന പോലെ തെരുവിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ നാടകം കളിക്കണമെന്നോ അങ്ങനെ ഒറ്റയാൾ പോരാട്ടം നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടില്ല. അവരൊക്കെ അവരുടേതായ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ടാവും, പ്രതിഷേധിക്കുന്നുണ്ടാവും. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ നാവരിഞ്ഞു പോകുന്ന കാലം അധികം വിദൂരമല്ല, നിങ്ങളുടെ കണ്ണു ചുഴുന്നു പോകുന്ന കാലം വിദൂരമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോരും. നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലും രീതിയിൽ, എല്ലാവരും തെരുവ് നാടകം കളിക്കണമെന്നല്ല പറഞ്ഞത്, എവിടെയെങ്കിലുമൊക്കെ കലാകാരനൊരു ഉത്തരവാദിത്വം സൊസൈറ്റിയോട് കാണിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു വാക്കാലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പൊതു സദസ്സിൽ പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ സദസ്സിലെങ്കിലും അത് പങ്കുവയ്ക്കാനുള്ള ആർജവം കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സിതാര കൃഷ്ണകുമാർ, മികച്ച ഗായിക. വിമാനം എന്ന ചിത്രത്തിൽ വാനമകലുന്നുവോ? സിതാര, അഭിനന്ദനങ്ങൾ. അവാർഡ് എപ്പോഴും സന്തോഷമാണ്. അത് മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സ്നേഹം പകരുന്ന ഒന്നുകൂടിയാണ്. ഈ പുരസ്കാരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ സിതാര? ഇല്ല, എല്ലാ ഇത്തരത്തിലുള്ള സമ്മാനങ്ങളും പ്രോത്സാഹനത്തിൻ്റെ മറ്റൊരു രൂപം തന്നെയാണല്ലോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അത് മ്യൂസിക്കലായിട്ടുള്ള എന്തും തന്നെ ആവട്ടെ, അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സധൈര്യം കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രോത്സാഹനം, ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു അംഗീകാരത്തിനെയും കണക്കാക്കുന്നത്. ഈ ചിത്രത്തിൽ പുരസ്കാരം ലഭിച്ച വാനമകലുന്നുവോ എന്ന ഗാനം സിതാരയ്ക്ക്, അവാർഡ് ജൂറിക്ക് അത് പ്രിയങ്കരമായല്ലോ, അതുപോലെ സിതാരയ്ക്കും പ്രിയങ്കരമാണോ ആ പാട്ട്? അതെ, കഴിഞ്ഞ വർഷം ഞാൻ സിനിമകൾക്ക് വേണ്ടി പാട്ട് പാടി തുടങ്ങിയിട്ടൊരു 10 വർഷം കഴിഞ്ഞ വർഷമാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ സിനിമകൾക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നായിരുന്നു ഇത്. ഒരു ചർച്ചയാണിത് നടക്കുന്നത് എങ്കിൽ പോലും ആ പാട്ടിൻ്റെ 2 വരി മൂളുന്നത് കേൾക്കാൻ ഇത് കാണുന്നവർക്കെല്ലാം ആഗ്രഹമുണ്ടാകും സിതാര. തീർച്ചയായിട്ടും. ഇത് സംഗീതം നൽകിയിരിക്കുന്ന ശ്രീ ഗോപി സുന്ദറാണ്. വരികൾ റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെതാണ്. വാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ വീണലിയുമേ കാന്തമോകാഭിലാഷം പാവമൊരു രാപ്പാടിപ്പോളിന്നു തേങ്ങി വീണ്ടുമുയരാൻ പാടിയലയാനാരു ചിറകേകുവാൻ വീണ്ടുമുയരാൻ പാടിയലയാനാരു ചിറകേകുവാൻ. അങ്ങനെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ സിതാര. എല്ലാ ഭാവുകങ്ങളും ഭാവി പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെയും. രാഹുൽ റിജി നായർ, നേരത്തെ താങ്കളുടെ ശബ്ദത്തിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ആ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. വൈവാഹിക ബലാത്സംഗം എന്ന വിഷയമാണ് താങ്കൾ ഒറ്റമുറി വെളിച്ചം എന്ന ചിത്രത്തിലൂടെ പുതിയതായി മലയാള സിനിമയിൽ അവതരിപ്പിച്ചത്. ഗോവയിൽ വലിയ ശ്രദ്ധേയമായിരുന്നു ഈ ചിത്രം. എന്നാൽ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അതുകൊണ്ട് അത് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ. കഥ സഞ്ചരിക്കുന്നത് ഒരു ഒറ്റമുറി വീട്ടിലാണ് എന്നും ഒറ്റമുറിക്കുള്ളിൽ രാത്രിയും പകലും കത്തി നിൽക്കുന്ന നിറം മാറുന്ന ലൈറ്റ് സിനിമയുടെ ആദ്യം മുതൽ കാണാമെന്നും അതിൻ്റെ ഒരു അതെന്താണ് എന്നെ സംബന്ധിച്ച് അതിൻ്റെ വായനയിൽ കൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്ന ചില ചിത്രങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകും. എങ്ങനെയാണ് ശ്രീ രാഹുൽ, താങ്കൾ ആദ്യ ചിത്രത്തിൽ തന്നെ താങ്കൾക്ക് മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടുന്ന വിധത്തിൽ താങ്കൾക്ക് മാറാൻ കഴിഞ്ഞത്? സാർ, അത് അതിനൊരു വ്യക്തമായ മറുപടി എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഇതൊരു കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഒരു സിനിമ സ്വന്തമായി ചെയ്യാനായിട്ടുള്ള. അത് ഒടുവിൽ ആദ്യം കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് വേണ്ടിയാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ പലപ്പോഴും ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കിട്ടിയില്ല, പ്രൊഡ്യൂസർമാർ അവസാന നിമിഷം ബാക്ക് ഔട്ട് ചെയ്തു. അങ്ങനെ അവസാനം ഒരു ചെറിയ സിനിമ, കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ സിനിമ ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യിക്കാം. ഈ സിനിമയിൽ വർക്ക് ചെയ്തേക്കുന്ന ആരും തന്നെ പൈസ വാങ്ങിച്ചിട്ടല്ല അതിൽ വർക്ക് ചെയ്തത്. അപ്പം എല്ലാവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ സിനിമ ചെയ്യാം, അതിനകത്ത് 100% സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്തോളൂ. ശരിക്കും ഈ സിനിമ കഴിഞ്ഞ ഒക്ടോബർ സമയത്താണ് ഇത് തീർന്നത്. ഈ ഗോവയിൽ IFFIയുടെ സമയത്ത് തന്നെ മാർക്കറ്റ് റെക്കമെൻഡഡ് വിഭാഗത്തും ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ മാർക്കറ്റ് റെക്കമെൻഡഡ് വിഭാഗത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിനുശേഷം നമ്മുടെ വേൾഡ് പ്രീമിയർ ഇപ്പോൾ ന്യൂയോർക്കിലായിട്ട് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ
ഒരുപക്ഷേ ശ്രീ രാഹുൽ റിജി നായർ, എനിക്ക് അതിനകത്ത് TCLന്റെ മാർക്കറ്റിംഗ് മാനേജർ ആയിരുന്ന രാഹുൽ നായർ ഒരു തമിഴ് വീഡിയോ ഇറക്കി, മൗനം സൊല്ലും വാർത്തകൾ. അത് വൻ തരംഗമായി ഇന്റർനെറ്റിൽ. അത് കഴിഞ്ഞ് അതിനു മുമ്പോ താങ്കൾ ദ ഹ്യൂമൻ ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒരു ചെറുചിത്രമോ മറ്റോ ചെയ്തു. അതിനുശേഷമാണ് താങ്കൾ ഒറ്റമുറി വെളിച്ചം ചെയ്യുന്നത്. താങ്കൾ പറയുന്ന ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയ ഒരു ചിത്രം ഉണ്ടാക്കണം ചെറിയ ബജറ്റിൽ എന്നുള്ളത്. അങ്ങനെയാണ് താങ്കൾ ഈ ചിത്രത്തിലേക്ക് എത്തുന്നത്. എത്ര താങ്കൾക്ക് ചെലവായി? അതെ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഇരുന്ന് അതിന്റെ കറക്റ്റ് കണക്ക് പറയാൻ പറ്റുമോ? പക്ഷെ നമുക്കൊരു 30 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഇതിന്റെ മുഴുവനായിട്ടുള്ള ചെലവ്. 30 ലക്ഷം രൂപയാണ് ഇതിന്റെ മുഴുവൻ ചെലവ്. ഇത് ആ ചെലവിനകത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വർക്ക് ചെയ്തേക്കുന്ന ആർക്കും തന്നെ നമുക്ക് ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവരാരും പൈസ വാങ്ങിച്ചിട്ടില്ല. അത് മുഴുവൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഗോവ ചലച്ചിത്രമേളയിൽ ഫിലിം ബസാർ റെക്കമെൻഡഡ് വിഭാഗത്തിലുണ്ട്. അതിൽ തന്നെ NFDC തെരഞ്ഞെടുത്ത 203 പ്രാദേശിക ചിത്രങ്ങളിൽ 24 എണ്ണത്തിൽ ഒന്നായി വരുന്നു ഒറ്റമുറി വെളിച്ചം എന്നുള്ളത്. ഇതിന്റെ പൈസ തിരിച്ചു കിട്ടിയോ ഈ 30 ലക്ഷത്തിൽ? അതെ, ഇല്ല, സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു രൂപ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ ഗോവയിൽ കിട്ടിയ സെലക്ഷൻ സത്യം പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു. കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഗോവയിൽ നിന്ന് ദുബായിൽ നിന്നും നമുക്കിപ്പോൾ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. പല ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിലും വരുന്നിടത്ത് നമ്മുടെ സിനിമ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവസാനവട്ട സെലക്ഷൻ റൗണ്ടിൽ 3 സിനിമ. അപ്പോൾ ഈ ഫെസ്റ്റിവലുകളിലൊക്കെ ഉള്ളൊരു സഞ്ചാരമാണ് ഇത്. ഈ പൈസ തിരിച്ചു കിട്ടും എന്നുള്ള, അത് ഏതൊരു സ്വതന്ത്ര മലയാള സിനിമയ്ക്കും ഉള്ള പരിമിതികളും അങ്കലാപ്പുകളും നമുക്കും ഉണ്ട്. അപ്പം എന്തെങ്കിലും ഈ പൈസ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. മാതൃകയാണ് രാഹുൽ റിജി നായർ. താങ്കൾ TCLലെ മാർക്കറ്റിംഗ് മാനേജറായിരുന്ന താങ്കൾ ആ ജോലി ഉപേക്ഷിച്ച് താങ്കളുടെ ഇഷ്ട വിഷയമായ സിനിമയിലേക്ക് കടക്കുന്നു. 30 ലക്ഷം രൂപയ്ക്ക് താങ്കളൊരു സിനിമ ഉണ്ടാക്കുന്നു. അത് ഏറ്റവും മികച്ച മലയാള ചിത്രമായി മാറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഗോവ ചലച്ചിത്ര വേളയിലും അതുപോലെ തന്നെ ദുബായ് ചലച്ചിത്രമേളയിലും ഒന്നും തന്നെയും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു. മലയാള സിനിമയ്ക്ക് വലിയ ബജറ്റാണ്. അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നവർ കോടികൾ ചെലവാക്കുന്നു. എന്നിട്ട് ഒരു ദിവസം പോലും ചിത്രം എവിടെയും കാണിക്കാനാകാതെ ഒരു പുരസ്കാരവും നേടാതെ അവസാനിക്കുന്നു. അവിടെ താങ്കൾ ഒരു മാതൃക തന്നെയാണ്. അഭിനന്ദനങ്ങൾ താങ്കൾക്ക് ശ്രീ രാഹുൽ റിജി നായർ. ഒപ്പം തന്നെ ഇമയവുവിൻ്റെ സംവിധായകൻ, മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ട ലിജോ ജോസ് പല്ലിശ്ശേരി, സംവിധായകൻ ജോഷി ചതിച്ചു എന്ന് പറയുന്നത് പോലെ ലിജോ ജോസ് പല്ലിശ്ശേരിയും ചതിച്ചു. താങ്കൾ പ്രിവ്യൂ കഴിഞ്ഞ് തിയേറ്ററുകൾ നിശ്ചയിച്ചതിന് ശേഷം ഇമയോ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അത് 2-3 ഫെസ്റ്റിവൽസിൽ നമ്മൾ അയച്ചിട്ടുള്ളതിൽ എന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്തതാണ്, അല്ലാതെ ആളുകളെ കാണിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത സിനിമയല്ല. ശരി, നോക്കൂ, നിങ്ങൾ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 2-3 ചിത്രങ്ങൾ, താങ്കളുടെ ആദ്യ ചിത്രം മുതൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായ ചിത്രം വരെ വളരെ സുഖകരമായ ഒരു ആസ്വാദനത്തോടു കൂടി കണ്ടു പൂർത്തിയാക്കിയിട്ടുള്ള പ്രേക്ഷകരിൽ ഒരാളാണ് ഈ സംസാരിക്കുന്നത്. ലിജോ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ലിജോ എങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ പ്രയാണം എങ്ങോട്ടാണ് ലിജോയുടെ ഉദ്ദേശം എന്താണ്? ഏകദേശം ഒരു അങ്കമാലി വരെ പോകുള്ളൂ. ഇപ്പൊ ഞാൻ അവിടെ താമസിക്കണേ. അങ്കമാലി ഡയറീസിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ഒറ്റമുറി വെളിച്ചം എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് താങ്കൾക്ക് മുമ്പ് സംസാരിച്ചത് രാഹുൽ റിജി നായർ. 30 ലക്ഷത്തിനാണ് ഒരു പടം എടുത്തിരിക്കുന്നത്. അങ്കമാലി ഡയറീസിൽ നമ്മൾ കണ്ടത് ഒരു നടനും നടിയും, അതായത് നേരത്തെ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു നടനും നടിയും വേണ്ട, പുതുമുഖ താരങ്ങളെ വെച്ച് സംഭവം ചെയ്തെടുക്കാൻ കഴിയും എന്ന് താങ്കൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയാള സിനിമയിൽ ഇത് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്, ആണോ? ഉറപ്പായിട്ടും ആണ്. കാരണം അത് എനിക്ക് തോന്നുന്നു ഒരു പീരീഡില് നമ്മള് പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ഒരുപക്ഷെ രാജ്യങ്ങളോ വളരെ ഇതായിട്ട് വളരെ റെസ്പെക്റ്റോടുകൂടി കണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയും സിനിമകളുമായിരുന്നു മലയാളത്തിൻ്റെത്. അത് ഒരു ഇടക്കാലത്ത് അതിനൊരു നിലവാരത്തിൽ വന്നൊരു തകർച്ച ഉണ്ടായിരുന്നു. അത് എല്ലാവരും, ഞങ്ങൾ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുപോലെ വിഷമത്തോടുകൂടി കണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഉള്ളൊരു കംബാക്ക് ഉറപ്പായിട്ടും നമ്മുടെ സിനിമയ്ക്കും നമ്മുടെ ഇൻഡസ്ട്രിക്കും എല്ലാം ഉണ്ടെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് സിനിമയെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നത്. ശ്രീ അലൻ ചിയർ,
ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞതുപോലെ ഇതൊരു നല്ല കാലഘട്ടമാണ്. ജൂറി വിലയിരുത്തിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ജൂറി വിലയിരുത്തിയിരിക്കുന്നത് 110 സിനിമകളുണ്ട്. അതിൽ നിലവാരം ചിത്രങ്ങളുടെ നിലവാരം ശുഭോദർക്കമായിരുന്നില്ല എന്നുള്ളതാണ്. ചിത്രങ്ങളിൽ ഏറിയ പങ്കും സിനിമ എന്ന മാധ്യമത്തെ ഗൗരവത്തോടെ കാണാതെ സൃഷ്ടിക്കുന്നതാണ് എന്നാണ്. ആ നിലയിൽ തന്നെയാണോ താങ്കളുടെയും വിലയിരുത്തൽ? മലയാള സിനിമയിൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് ആളുകൾ തിരികെ വരുന്നു, അത്ഭുതകരമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. മലയാള സിനിമയിൽ സിങ്ക് സൗണ്ട് പോലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുപക്ഷെ ഏത് അന്താരാഷ്ട്ര ചിത്രത്തോടും കിടപിടിക്കാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങളോടുകൂടി നമ്മുടെ പണ്ടൊക്കെ 2 ഇടി 2 സ്റ്റണ്ട് ഒരു ബലാത്സംഗം എന്നുള്ള നിലയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് മലയാള സിനിമ പുതിയൊരു നിലവാരത്തിലേക്ക് ചെന്നിട്ടില്ലേ? ഈ എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു ഈ അവാർഡ് നിർണയ ജൂറിയുടെ വിധി വരുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. അവർ എല്ലാ സിനിമകളും കാണുന്നുണ്ട്. ആ വർഷം ഇറങ്ങുന്ന ഏറ്റവും മോശപ്പെട്ട സിനിമകളായിരിക്കും കൂടുതൽ കാണുന്നത്. അതിലവർ തിരഞ്ഞെടുക്കുന്ന അവസാന റൗണ്ടിൽ വരുന്ന നല്ല സിനിമകളുടെ എണ്ണം വെച്ചിട്ടാണ് അവർ പറയുന്നത്. അത് ഈ വർഷം മാത്രം സംഭവിക്കുന്നതല്ല. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോക സിനിമയുടെ ഇങ്ങനെ അവാർഡ് നിർണയ കമ്മിറ്റികളൊക്കെ പരിശോധിച്ചിട്ടുള്ള എല്ലാ സിനിമകളും കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷം മോശം സിനിമകളായിരിക്കും. അതിൽ വിരലിലുണ്ടാവുന്ന നല്ല സിനിമകൾ വെച്ചിട്ടാണ് അവർ വിലയിരുത്തുന്നത്. അതിനകത്തു നിന്നാണ് അവർ എനിക്ക് തോന്നുന്നു നല്ല നടനെയും നല്ല സംവിധായകനെയും നല്ല സിനിമയെയും ഒക്കെ കണ്ടെത്തുന്നത്. അത് മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ പുതിയ തലമുറ വരുന്നതോടുകൂടി പുതിയ സംവിധായകരുടെ വരവോടുകൂടി നല്ല സിനിമയുടെ എണ്ണം കൂടുന്നതെന്നാണ്, താരതമ്യേന കൂടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററുകളിലേക്ക് കുടുംബസമേതം പ്രേക്ഷകരെത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തിയേറ്ററുകൾ നിറഞ്ഞ് സിനിമ കാണാൻ ആളുകൾ എത്തുന്നതിൻ്റെ ഒരു കാലം, പഴയൊരു കാലം തിരിച്ചു വരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പുതിയ സംവിധായകരുടെ സിനിമകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ജൂറി വിലയിരുത്തുന്നത്, ജൂറി നമ്മളെല്ലാം എല്ലാ കൊല്ലം ഈ ഒരു കൊല്ലം ഇറങ്ങുന്ന എല്ലാ സിനിമകളും നമ്മളൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ പോയി കാണുന്നത് എന്താണ്? സെലക്ട് ചെയ്ത് നല്ല പറയുന്ന പോലെ 20 സിനിമകൾ അല്ലെങ്കിൽ 22 സിനിമകളാണ് നമ്മൾ പോയി കാണുന്നത്. ഈ ജൂറി കാണുന്ന പോലെ 2 ആഴ്ചയ്ക്കുള്ളിൽ വന്നിരുന്നിട്ട് അവർ ഒരു കൊല്ലം ഇറങ്ങിയ എല്ലാ സിനിമകളും കാണാൻ വിധിക്കപ്പെട്ടവരാണ് അവർ. അതിൻ്റെ വിധി പ്രസ്താവനമാണ്, അവരുടെ സങ്കടം കൊണ്ടാണ് അവർ പറയുന്നത്. ലോകത്തെല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. ചടുലമായ വളരെ പോസിറ്റീവ് എനർജറ്റിക് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് തന്നെയാണ് മലയാള സിനിമയിൽ യുവ സംവിധായകർ കൊണ്ടുവരുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ റിജി നായരുടെ ഒറ്റമുറി വെളിച്ചം ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അതുപോലെ ഈ അവാർഡ് ലഭിച്ച ഒട്ടും മോശമല്ലെന്ന് മാത്രമല്ല, നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ മത്സരിക്കാൻ കഴിയുന്നതുമാണ്. ഈമയ്യോ ആയാലും, രക്ഷാധികാരി ബൈജു ആയാലും, ടേക്ക് ഓഫ് ആയാലും, തൊണ്ടി മുതലായാലും, ഞാൻ എല്ലാത്തിൻ്റെയും പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. ആ നിരയിൽ 10-20 സിനിമകൾ മികച്ചതായി ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 110 സിനിമകളാണ് ആകെ വന്നിട്ടുള്ളത്. അതിൽ 58 ചിത്രങ്ങൾ പുതുമുഖ സംവിധായകരുടേതു കൂടിയാണ്. ഈ രാഹുൽ നായർ അടക്കമുള്ള പുതുമുഖ സംവിധായകർ മലയാളത്തിലെ പ്രകമ്പനം സൃഷ്ടിക്കുന്നുണ്ട്. പണ്ടുണ്ടായിരുന്നവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവരെ നേരിട്ട് അതിൻ്റെ പതിപ്പ് അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്, വേറിട്ട സിനിമകൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ നിലയിൽ ഒരു പുതിയ ന്യൂ ജനറേഷൻ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപേക്ഷിച്ചാൽ ഒരു പുതിയ ഒരു പ്രകമ്പനം സൃഷ്ടിക്കാൻ അവർക്കാവുന്നില്ലേ? തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയ ചുവടുവയ്പ്പായിട്ടല്ല തോന്നുന്നത്. പഴയ കാലത്തിൻ്റെ ഒരു തുടർച്ചയാണ്, പഴയൊരു നല്ല കാലത്തിൻ്റെ തുടർച്ചയാണ്. അടൂർ സാറിൻ്റെയും ജോർജ് സാറിൻ്റെയും പത്മരാജ സാറിൻ്റെയും അരവിന്ദൻ മാഷിൻ്റെയും ഒക്കെ ഒരു തുടർച്ച. അത് പുതിയ കാലഘട്ടത്തെ വേറെ തരത്തിൽ പുനരാവിഷ്കരിക്കുകയാണ് പുതിയ സംവിധായകർ. നമ്മുടെ കാലഘട്ടത്തെ അവർ നമ്മുടേതായ രീതിയിൽ ഒരു പുനരാവിഷ്കാരം നടത്തുകയാണ്. അത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ആ കാലാനുസൃതമായിരിക്കണം, കാലത്തിനനുസരിച്ച് കല മാറണം, അത് കാലാനുവർത്തിയുമായിരിക്കണമെന്ന് തോന്നുന്നു. അത് അങ്ങനെ സംഭവിക്കുന്നതാണ് ഉത്തമ കല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് സംഭവിക്കുന്നുണ്ട്. അത് എല്ലാ സിനിമകളിലും അത് സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഒറ്റയ്ക്കും തെറ്റായി എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോർജ് സിദ്ധാർത്ഥ സിനിമകൾ ഇന്നും നമ്മൾ കാണുന്നതും ആസ്വദിക്കുന്നതും. അത് ഒരിക്കലും അന്ന് കണ്ട് തീർന്നു പോകേണ്ട സിനിമകളായിരുന്നില്ല, ആ കാലത്തിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നില്ല. അത് ഇന്നും പ്രസക്തമാണ്. അതുപോലെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഇന്നും അതുപോലെ പ്രസക്തമായ സിനിമകൾ അടുത്ത കാലത്തിലേക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന, ഇന്ന് വെക്കുന്ന ചുവട് പോലെ അടുത്തിൻ്റെ തുടർച്ചയായിട്ട് അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സന്തോഷ് രാമൻ, ടേക്ക് ഓഫ് എന്ന ചിത്രത്തിൻ്റെ കലാസംവിധാനം, നവാഗത സംവിധായകനും മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ടേക്ക് ഓഫ്. അത്ഭുതകരമാണ് ശ്രീ സന്തോഷ് താങ്കളുടെ ആ ചിത്രത്തിലെ കലാസംവിധാനം. ഇത് ഞാൻ പറയുന്നതായിരിക്കില്ല, നിരവധി പേർ ഒരുപക്ഷെ ആ സിനിമ കണ്ട എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ടേക്ക് ഓഫ് എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ചിത്രമാണ്.
ആ നഗരങ്ങൾ, ഇറാഖിലെ നഗരങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ ആ സാഹചര്യം, ഇതെല്ലാം പുനഃപ്രതിഷ്ഠിക്കണം. ഒരു ഭയം, ആശങ്കയൊക്കെ തോന്നാവുന്ന ഒരു വർക്കാണത് ഏറ്റെടുക്കുന്നതിന് മുമ്പ്. ഇത് ടേക്ക് ഓഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എനിക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന അതിൻ്റെ പ്രൊഡ്യൂസറോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. എന്താ വെച്ചാൽ ഇതൊരു നിയോഗം പോലെ എൻ്റെ പേരിൽ എൻ്റെ മേളിലേക്ക് വന്നൊരു സിനിമയാണ്. എന്നുവെച്ചാൽ ഇതിനാദ്യം വേറൊരു കലാസംവിധായകനായിരുന്നു ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. അതെന്തോ ഒരു 4-5 ദിവസത്തെ ഷൂട്ടിന് ശേഷം ഇതൊരു വേറൊരു അവസ്ഥയിലെത്തി. പ്രൊഡ്യൂസറും ഡയറക്ടറും വിളിക്കുകയും അവരെൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് ആദ്യം കൊണ്ടുതന്നു, ഇത് വായിക്കാൻ പറയുകയും, ഇത് വായിച്ച സമയത്ത് ഞാൻ അവരോട് പറയുന്നത് എനിക്ക് ഒരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ഒന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടി സമയം വേണം എന്നുള്ളതാണ് ഞാൻ ആദ്യം അവരോട് പറയുന്നത്. അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ ഇപ്പം ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ പ്രേക്ഷകർ നടനോ നടിയോ അപ്പുറം അതിൻ്റെ ആർട്ട് നന്നായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറ നന്നായിട്ടുണ്ടെന്നോ അതിൻ്റെ മേക്കപ്പ് നന്നായിട്ടുണ്ട്, കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്, ഇങ്ങനെ എടുത്ത് പറയാൻ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഉത്തരവാദിത്വ ബോധം കൂടുതലാണ്. പക്ഷേ ഈ സിനിമയിലെ പിന്നണി പ്രവർത്തകർ ടേക്ക് ഓഫ് എന്ന് പറയുന്ന ചിത്രം നമ്മളൊക്കെ വിചാരിക്കുന്നത്, ആ സിനിമ കാണുമ്പോൾ, സിനിമയ്ക്ക് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലല്ലോ, സിനിമ കാണുമ്പോൾ വിചാരിക്കുന്നത് ഇറാഖിലൊക്കെ ഇപ്പോൾ ഈ നിലയിൽ വളരെ സമാധാനത്തോടു കൂടി നമുക്ക് നമ്മുടെ ഒരു ക്രൂവിന് പോയി ഷൂട്ട് ചെയ്യാൻ കഴിയും അല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സിനിമ കാണുമ്പോൾ. പക്ഷേ പിന്നീട് നമ്മൾ വാർത്തകളിൽ വായിക്കുന്നത് അതങ്ങനെയല്ല, അത് പുനഃസൃഷ്ടിച്ചതാണ് എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഗുണം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹേഷുമായിട്ട് ആദ്യം ഞാൻ ഇരിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം മഹേഷ് എനിക്ക് തരുന്നത് ഇതിൻ്റെ വിക്റ്റിമായിട്ടുള്ള ഒരു നേഴ്സുമായിട്ട് മഹേഷ് നടത്തിയ ഒരു വോയിസ് ഇൻ്റർവ്യൂ എന്നെ കേൾപ്പിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു. അവിടെ അവരനുഭവിച്ചതും അവരുടെ ഹോസ്പിറ്റൽ എങ്ങനെയായിരുന്നു എന്നും ആ ഹോസ്പിറ്റലിൻ്റെ ഓരോ ഭാഗവും ഏത് രീതി. സന്തോഷ് ഇറാഖ് കണ്ടിട്ടില്ല? ഇല്ല, ഒരിക്കലും. മിഡിൽ ഈസ്റ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മിഡിൽ ഈസ്റ്റ് കണ്ടിട്ടുണ്ട്, അതുണ്ട്. അത് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് ഒരുപാട് സഞ്ചരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തിനും പിന്നെ ഇപ്പോൾ ഇറാഖി ഫിലിമുകൾ ഒരുപാട് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു സ്വഭാവം. പക്ഷേ ഒരു തരത്തിലും ഈ യുദ്ധം നടക്കുന്ന ഒരു അവസ്ഥയിലുള്ള ചിത്രങ്ങൾ മാത്രമേ എനിക്ക് റെഫറൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഒരിക്കലും അതിൻ്റെ ഒരു മൂഡായിട്ടുള്ള സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതിന് കൃത്യമായിട്ട് ഇതിനൊരു ടോൺ വേരിയേഷൻ കൊടുക്കുകയും അതിൽ ഇന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഏറ്റവും കൂടുതലുള്ള പ്രോബ്ലം ഒരു കഥാപാത്രത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് നമ്മൾ കൂടുതൽ കാണിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു നാടിനെ കാണിക്കണം എന്നുള്ളതാണ് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ചാലഞ്ച്. എന്നുവെച്ചാൽ ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിനുള്ള ഉള്ളിലായിരിക്കണം ഇറാഖ് എന്ന് പറയുന്ന നഗരം ഫീൽ ചെയ്യിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് വളരെ വളരെ മൈന്യൂട്ടായിട്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാനുള്ള ശ്രമം നടത്തി. അവിടെ ആ ഒരു ബോംബ് സ്ഫോടനമൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ബോംബ് വീഴുന്നത് പോലെ സ്ഫോടനാത്മകമായിരുന്നു. ഡെഫിനറ്റ്ലി അതൊരു സെറ്റിൽ നമ്മളത് സെറ്റ് ചെയ്തുകൊണ്ടാണ്, ഒരു ഫ്ലോറിൽ സെറ്റ് ഇട്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്രയും ഇതായിട്ട് ചെയ്യാൻ പറ്റിയത്. സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം സംവിധായകനുമായി ചേർന്ന് നോക്കുന്നു, സംവിധായകന് സന്തോഷം മനസ്സിലാവുന്നു, സന്തോഷം സംവിധായകന് മനസ്സിലാവുന്നു. അങ്ങനെ അത് രണ്ടും റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ആ സ്ഫോടനത്തിനൊന്നും അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി. അതോടൊപ്പം മഹേഷിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ മഹേഷ് ഒരു എഡിറ്ററായിട്ട് വന്നതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് എനിക്കാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഈ ടേക്ക് ഓഫ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതൊരു വൈറലാവുകയും ഒരുപാട് പേര് പ്രശംസിക്കുകയും ചെയ്തായിരുന്നു. ഇതിനകത്ത് ടേക്ക് ഓഫിലെ നടി പാർവതിയുടെ പ്രകടനം ഇതുപോലെ കലാസംവിധാനം പോലെ അസാധ്യവും അസാമാന്യവുമായിരുന്നു അല്ലേ? മലയാളത്തിൽ അങ്ങനെ ഒരു നടിയുടെ പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അത്രയ്ക്ക് അതുകൊണ്ടാണ് 2-3 പേരെ വേണമെങ്കിൽ ഈ അവാർഡ് ജൂറിക്ക് ഒരേ സമയം പരിഗണിക്കാമായിരുന്നു, ബ്രാക്കറ്റ് ചെയ്യാമായിരുന്നു, ചെയ്തില്ല. പാർവതിക്ക് തന്നെ ആ പുരസ്കാരം എന്ന് തീരുമാനിച്ചത് ആ നടി ഈ സിനിമയിൽ കാണിച്ച അർപ്പണ മനോഭാവമാണ്. അവരില്ല എന്നുള്ളത് കൊണ്ട് അവരെ അഭിനന്ദിക്കാതെ പോകുന്നതിൽ കാര്യമില്ല. നടി പാർവതിക്കും അഭിനന്ദനങ്ങൾ. ശ്രീ ഇന്ദ്രൻസ്, താങ്കളിലേക്ക് മടങ്ങി വന്നാൽ ആളൊരുക്കം നേരത്തെ പറഞ്ഞതുപോലെ പപ്പു പിഷാരടിയുടെ ഓർമ്മയിൽ നിന്നുള്ള പ്രണയാനുഭവങ്ങളാണ് എന്നുള്ളതാണ്. ഇന്ദ്രൻസ് ഒരു പത്മരാജൻ സിനിമകളിലൂടെ വന്നിട്ടുള്ള ഒരു സൈഡ് റോൾ ചെയ്യുന്ന ഒരാൾ, ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ഒരാൾ, പിന്നീട് കോമഡി താരമായി, പിന്നീട് ക്യാരക്ടർ റോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ആളൊരുക്കം താങ്കളെ
ഒരുക്കും എന്ന് കരുതുന്നുണ്ടോ? ഒരു സ്വഭാവ നടനാണ്, എനിക്ക് വേഷം തരണം എന്ന് സംവിധായകരെ കൊണ്ട് തോന്നിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരാളൊരുക്കം ഈ ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാമല്ലോ ശ്രീ ഇന്ദ്രൻസ്? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു സാർ. ഞാൻ ഒരുപാട് മുതിർന്ന ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക്. പലരുടെയും പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളും ഇമേജും വേറെ ഒരെണ്ണമായിരുന്നു. അപ്പം ഈ പപ്പു പിഷാരടി പോലുള്ള കഥാപാത്രങ്ങൾക്ക് എനിക്ക് കിട്ടിയ അംഗീകാരം ഒരുപക്ഷെ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയും എന്ന് മുതിർന്നവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇനിയും എനിക്ക് അങ്ങനെയുള്ള കഥാപാത്രം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഓട്ടൻതുള്ളൽ വളരെ കാര്യമായി അഭ്യസിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ഇവിടെ ഇന്ദ്രൻസ് എന്ന നടൻ പപ്പു പിഷാരടിയായി മാറിയത് കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദഗ്ധരായ കലാകാരന്മാർ ഉള്ളതുകൊണ്ടാണോ, അതോ താങ്കളിൽ ഒരു ഈ പറയുന്ന കലാകാരൻ, ഓട്ടൻതുള്ളൽ കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നോ? മനസ്സിൽ കൊതിയുണ്ടെങ്കിലും എന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കുറേ പണിപ്പെട്ടു അവർ, കുറേ ദിവസം. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുവെങ്കിലും അവരുദ്ദേശിക്കുന്നിടത്ത് എൻ്റെ കണ്ണും കാലും കയ്യൊന്നും ഒത്തു വന്നു എന്ന് തോന്നണില്ല. എങ്കിലും അവരെനിക്ക് വേണ്ടിയിട്ട് സിനിമയ്ക്ക് ആവശ്യത്തിനുള്ള കുറേയൊക്കെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തൃപ്തിയായി. പടത്തിനത് മതിയായിരുന്നു. ഒരു ഓട്ടൻതുള്ളൽ കലാകാരനാണ് മികച്ച നടനുള്ള പുരസ്കാരം ഇന്ദ്രൻസിന് കൊണ്ടുതന്നത്. ഓട്ടൻതുള്ളലിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അത് പൂർണ്ണമായും പഠിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും. ഇല്ലെങ്കിലും ഉള്ളിൽ ഉണ്ട്. കുഞ്ചൻ നമ്പ്യാരൊക്കെ മനസ്സിൽ കൊതിപ്പിച്ച് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹേഷ് നാരായൺ, അഭിനന്ദനങ്ങൾ. താങ്കളുടെ ചിത്രം വളരെ അതിൻ്റെ എല്ലാ പൂർണ്ണതയോടുകൂടിയും ഉൾക്കൊണ്ട ഒരു പ്രേക്ഷകനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. താങ്കൾ അർഹിക്കുന്നു അതിലെ ഏറ്റവും മികച്ച അവാർഡ് തന്നെ. പക്ഷേ ആദ്യ സംവിധായകനുള്ള അവാർഡ്, കലാകാരനുള്ള അവാർഡ്, അതുപോലെ മികച്ച നടിക്കുള്ള അവാർഡ്, തൃപ്തനാണോ താങ്കൾ? തീർച്ചയായിട്ടും തൃപ്തനാണ്. കാരണം ഇതൊരു അവാർഡുകൾക്ക് വേണ്ടി എടുക്കപ്പെട്ട സിനിമയല്ല. ഇതൊരു മെയിൻ സ്ട്രീം സ്വഭാവത്തിൽപ്പെട്ട ഒരു സിനിമ, ഒരു മധ്യവർത്തി സ്വഭാവത്തിൽപ്പെട്ട ഒരു സിനിമ, കുറേയധികം മനുഷ്യരുടെ അതിജീവനം ചർച്ച ചെയ്ത സിനിമ. അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ അംഗീകാരം കിട്ടുന്നുണ്ട്. അപ്പൊ ഗോവ തൊട്ട് ഞങ്ങൾക്ക് വളരെയധികം ഹാപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നത്? നമ്മളെല്ലാം ടെലിവിഷനിലൂടെ വായിച്ച വാർത്തകളാണ്, ചർച്ച ചെയ്ത വാർത്തകളാണ് താങ്കളിലേക്ക് ഒരു സിനിമയായി മാറിയത്. അതെങ്ങനെയാണ് ഒരു സിനിമയായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. തീർച്ചയായും അതെല്ലാം അറിയാം. ഡോക്ടർ ബിജു, ജൂറി അംഗം. ഡോക്ടർ ബിജു, 110 സിനിമകളാകെ, അതിൽ 58 ചിത്രങ്ങൾ പുതുമുഖ സംവിധായകരുടേതാണ്. 78% പുതുതായി സംസ്ഥാന പുരസ്കാരം നേടുന്നവരാണ്. 37-ൽ 28 പുരസ്കാരവും പുതുമുഖങ്ങൾക്കാണ്. എന്താണ് അതിൻ്റെ പ്രാധാന്യം ഡോക്ടർ ബിജു? കിട്ടിയ പലർക്കും ഒരുപക്ഷെ ഇതുവരെ വിവാദമൊന്നും പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല. വിവാദം പൊട്ടിപ്പുറപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അവാർഡ് കിട്ടിയ പലരും ഇടതുപക്ഷ സഹയാത്രികരാണ്. LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇടതുപക്ഷ സഹയാത്രികർക്ക് കൂടുതലായി അവാർഡ് കൊടുക്കുക എന്ന ലക്ഷ്യം ജൂറിയുടെ മുമ്പിലുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അതിൽ ഒന്ന് തന്നെ പറയട്ടെ, ഈ ജൂറിയുടെ കാര്യങ്ങളിൽ ആരും ഇടപെട്ടിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ടി വി ചന്ദ്രനെ പോലുള്ള ഒരു ജൂറി ചെയർമാൻ ഞങ്ങളൊക്കെയാണ് അംഗങ്ങൾ. ഞങ്ങളുടെ ഒന്നും അടുത്ത ഒരു ഇടപെടലുകളും ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നോ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളുടേതായ ഈ 2-3 പേർ ബോംബെയിൽ നിന്നാണ്, ക്യാമറയുടെ സെക്ഷനായാലും സൗണ്ടിന്റെ സെക്ഷനായാലും ഒക്കെ ബോംബെയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങളുടെ മുൻപാകെ വന്ന ചിത്രങ്ങൾ മാത്രം വിലയിരുത്തിയാണ് ഇത് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും അവാർഡ് നിർണയത്തിന് ശേഷം വലിയ പൊട്ടിത്തെറികളൊന്നുമില്ല എന്നുള്ളത് സന്തോഷകരമോ അല്ലെങ്കിൽ ആശ്വാസകരമോ ആണോ? തീർച്ചയായിട്ടും. കാരണം ഈ അവാർഡ് കിട്ടിയ സിനിമകളെ പറ്റി നമ്മളൊരു വിവാദം ഉണ്ടാവുന്നത് അനർഹമായ ഏതെങ്കിലും സിനിമകൾക്ക് ഒരു അവാർഡ് കിട്ടുന്നു, അതല്ലെങ്കിൽ അനർഹമായ ആളുകൾക്ക് അവാർഡ് കിട്ടുന്നു എന്ന് വരുമ്പോഴാണ്. ഈ അവാർഡുകളുടെ ഒരു മൊത്തം കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഏതാണ്ട് പൂർണ്ണമായും അർഹമായ കാര്യങ്ങളിലേക്ക് തന്നെയാണ് അവാർഡുകൾ എത്തിയിരിക്കുന്നത്. ആ സിനിമകളെ പറ്റിയോ ആ സാങ്കേതിക പ്രവർത്തകരെ പറ്റിയോ എന്തെങ്കിലും ഒരു ആക്ഷേപം അത് മോശമാണ് എന്ന് പറയാനുള്ള ഒരു ഇടയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ മെറിറ്റോറിയസ് ആയിട്ട് ജൂറി ഈ അവാർഡുകൾ നിർണ്ണയിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. ഒരു വിധത്തിലും ഈ സിനിമകൾ കാണുന്ന ആർക്കും, ഇപ്പൊ പുറത്തിറങ്ങാത്ത സിനിമകളാണെങ്കിൽ പോലും ആ സിനിമകൾ കാണുമ്പോൾ പോലും ഒരു വിധത്തിലുമുള്ള വിവാദങ്ങൾ ഉണ്ടാവാത്ത തരത്തിൽ വളരെ മെച്ചപ്പെട്ട സിനിമകൾക്കാണ് ഇത്തവണ അവാർഡ് കൊടുത്തത്.
ആളൊരുക്കം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ VC അഭിലാഷ്. ശ്രീ അഭിലാഷ്, താങ്കളുടെ ചിത്രത്തിനാണ് പപ്പു പിഷാരടി എന്ന കഥാപാത്രം അവതരിപ്പിച്ച ഇന്ദ്രൻസിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇന്ദ്രൻസ് 507 ചിത്രങ്ങൾ അഭിനയിച്ചതിന് ശേഷം ഇതാ ഇപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം. ആ മനുഷ്യൻ വലിയ സന്തോഷത്തിലാണ്. താങ്കൾ കാരണമാണ്, അല്ലെങ്കിൽ താങ്കളുടെ ചിത്രം കാരണമാണ് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്തു തോന്നുന്നു അഭിലാഷ്? വളരെ 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 സന്തോഷം. ഞങ്ങള് ഫസ്റ്റ് ദിവസം അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കെല്ലാം തോന്നിയതാണ് ഇന്ദ്രൻ ചേട്ടന് ഈ അവാർഡ് എന്നല്ല, അതിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്നു. സംസ്ഥാന അവാർഡ് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഇനി ബാക്കി അവാർഡുകൾ പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതെ 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 അതെ. ഞാന് ആദ്യത്തെ ദിവസം മുതലേ ഞാൻ ഇന്ദ്രൻ ചേട്ടന് ഞങ്ങള് പിന്നെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമോ എന്നൊന്നും ഞങ്ങൾ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ടീമിന് എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഇത്തവണ എന്തായാലും ഇന്ദ്രൻ ചേട്ടന് കിട്ടും. അല്പം മുമ്പ് ഇന്ദ്രൻസ് പറഞ്ഞത് എന്നെ ഓട്ടംതുള്ളൽ കലാകാരന്മാര് ഒരുപാട് പരിശീലിപ്പിച്ചിരുന്നു, പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത്ര എൻ്റെ കയ്യും കാലും എത്തിയോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു എളിമ കൊണ്ടും വിനയം കൊണ്ടും, ഇന്ദ്രൻ ചേട്ടന്റെ വിനയം അറിയാമല്ലോ, ലോക പ്രശസ്തമാണ്. ആ ഒരു വിനയം കൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹത്തിന് ഞാൻ പല ആൾക്കാരോടും പറഞ്ഞതാണ്, പലരും അത് അംഗീകരിച്ചു തരാത്ത കാര്യവുമാണ്. അതായത് തിലകൻ സാറിനെ പോലെ മഹാനായിട്ടുള്ള ആൾക്കാര് ചെയ്തിരുന്ന ചില വേഷങ്ങളെങ്കിലും, ചിലതേ പറയുന്നുള്ളൂ, എല്ലാം ഞാൻ പറയുന്നില്ല, ചിലതെങ്കിലും അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അത്ര നല്ല ഗംഭീര ആർട്ടിസ്റ്റാണ് അദ്ദേഹം. വളരെ സന്തോഷമുണ്ട്, ഞങ്ങളുടെ ടീമിന് വളരെ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും സന്തോഷിക്കാവുന്ന, അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയാണിത്. ശ്രീ രാഹുൽ, ഒറ്റമുറി വെളിച്ചത്തിലേക്ക് തിരികെ വന്നാൽ, താങ്കൾ പറഞ്ഞു 30 ലക്ഷം രൂപയ്ക്കാണ് ഉണ്ടാക്കിയത് എന്ന്. അതിന് ഒരു കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു തീം നോക്കി അങ്ങനെയാണ് ഒറ്റമുറി വെളിച്ചത്തിലേക്ക് എത്തിയതെന്ന്. എൻ്റെ തലമുറയിൽപ്പെട്ട ഒരുപക്ഷെ വായിക്കുന്ന എല്ലാവരുടെയും ഒരാഗ്രഹം എന്ന് പറയുന്നത് ഒരു സിനിമയെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്യണം എന്നാണ്. അതിനുവേണ്ടി ജീവിതം ബലികഴിക്കുന്നവരുണ്ട്, ചിലപ്പോൾ അവിടെ എത്തിപ്പെടില്ല, അതിനു മുമ്പ് തന്നെ അവരുടെ കാലം കഴിഞ്ഞവർ പോലുമുണ്ട്. ഇവിടെയാണ് താങ്കൾ ഇങ്ങനെ ഒരു പരീക്ഷണ ചിത്രത്തിലൂടെ മികച്ച ചിത്രത്തിലുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മലയാള സിനിമയിൽ ഒരു പുതിയ വെഞ്ചറുമായി ഉണ്ടാവും, നമ്മൾ ലക്ഷ്യബോധത്തോടു കൂടി നമുക്ക് കൃത്യമായ ഒരു സിനിമ എന്ന ഒരു ഫോർമാറ്റിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമോ? നമുക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ട് എങ്കിൽ കഥയും മറ്റു കാര്യങ്ങളും ഒക്കെ തനിയെ വന്നുകൊള്ളുമല്ലോ. ആ ലക്ഷ്യബോധത്തിലേക്ക് താങ്കൾ ചെന്നെടുക്കുമ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് താങ്കൾ നേരിട്ട വെല്ലുവിളികൾ? തീർച്ചയായും ഇപ്പം എനിക്ക് ഈ സിനിമയിൽ അംഗീകാരം കിട്ടിയപ്പോൾ ഞാൻ ഓർക്കുന്നത്, എനിക്ക് മുമ്പ് സഞ്ചരിച്ച ഇപ്പോൾ എത്രയോ യുവാക്കളായ സംവിധായകർ ഇതുപോലെ ഇൻഡിപെൻഡൻറ്റ് മലയാളം സിനിമ ചെയ്ത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഫെസ്റ്റിവലുകളിൽ നമ്മുടെ മലയാള സിനിമ ഫീച്ചർ ചെയ്യുന്നത് അസൂയയോടെയും ഭയങ്കര ഇൻസ്പിറേഷണലായിട്ടും ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് ഇപ്പം എൻ്റെ കഥയല്ല ഇതിൻ്റെ, അലൻസിയർ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മുൻ തലമുറയുടെയും ഒക്കെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം എന്താ, ഈ ചലഞ്ചുകൾ സ്വാഭാവികമായും ഒരു ചെറിയ ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് ഉണ്ടാകുന്ന ചലഞ്ചുകൾ സാധാരണ ഒരു സിനിമയേക്കാൾ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു കാലങ്ങളായി, കഴിഞ്ഞൊരു 3-4 വർഷമായി സാറ് നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമുകൾ, ഡോക്യുമെൻ്ററി, മ്യൂസിക് വീഡിയോ അങ്ങനെ ചെയ്തു വന്നൊരു ടീം കൂടെ ഉണ്ടായിരുന്നു, ഒരുപറ്റം സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഈ സിനിമ തന്നെ ചെയ്യാനായി ഞാൻ 1-2 പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോയി കഥയൊക്കെ പറഞ്ഞ് അവർ അംഗീകരിക്കുകയും അവസാന നിമിഷം പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വയബിലിറ്റിയെ പറ്റി എപ്പോഴും നമുക്ക് സംശയമുണ്ടല്ലോ. 30 ലക്ഷം രൂപ വലിയൊരു തുകയാണ്. അപ്പം ആ പൈസ കൊമേഴ്ഷ്യലി വയബിൾ ആവത്തില്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് പലരും അവസാന നിമിഷം പിന്മാറുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിശ്വസിച്ച് കൂടെ നിന്നവർ അവരുടെയൊക്കെ ചെറിയ ചെറിയ സംഭവത്തിൽ നിന്ന് ഇതിൻ്റെ പ്രൊഡ്യൂസർമാരുടെ പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ എനിക്കൊരു അരമണിക്കൂർ സമയം വേണ്ടി വരും. ഈ 8-10 പേരുടെ പേര് ഞാൻ പറയണം, അവരുടെ കോൺട്രിബ്യൂഷനും പറയേണ്ടി വരും. അപ്പോൾ അത്രയും അവരുടെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് അവർ കരുതി വെച്ച പൈസ മറ്റേ കടലിൽ കളയുന്നത് പോലെ എനിക്ക് തന്നു എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഈ സിനിമ ചെയ്യാനുള്ള അവരുടെ സിനിമയോടുള്ള അവരുടെ ഒരു താല്പര്യം കൊണ്ടും പാഷൻ കൊണ്ടും അവരിതിലോട്ട് പൈസ തന്ന പ്രൊഡ്യൂസേഴ്സ്, പിന്നെ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാം തന്നെ അവർ സാധാരണ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ ഒന്നും ഈ സിനിമയ്ക്ക് അവകാശപ്പെട്ടിട്ടോ ചോദിച്ചിട്ടോ ഇല്ല. അപ്പം അങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടൊരു ടീം വർക്ക് ഉള്ളത് കൊണ്ടാണ് ഈ സിനിമ എനിക്ക് തീർക്കാൻ പറ്റിയതും ഇതുപോലൊരു അന്താരാഷ്ട്ര വേദികളിൽ എത്തിക്കാനുള്ളൊരു ശ്രമം നടത്താൻ പറ്റിയത്. ഇപ്പം ഇങ്ങനെ ഈ സിനിമ ഒറ്റമുറി വെളിച്ചം പോലൊരു ചെറിയ സിനിമ
അംഗീകരിക്കപ്പെടുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നത് ഒരുപക്ഷെ എന്നെ പോലെ കഴിഞ്ഞ എത്രയോ വർഷമായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ യുവാക്കളുണ്ട് ഇങ്ങനെ ഒരു സിനിമ സ്വപ്നവുമായി നടക്കുന്നത്. ശരിയാണ്. അപ്പൊ അവർക്ക് രാഹുൽ, ഈ ഒറ്റമുറി വെളിച്ചത്തിനെയാണ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം എന്ന് AK ബാലൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു അവാർഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് മികച്ച ചിത്രത്തിന് തന്നെ പരിഗണിക്കും? പ്രത്യേകിച്ച് ഈ മയ്യവും ആയാലും ടേക്ക് ഓഫ് ആയാലും ആളൊരുക്കമായാലും അങ്ങനെ നിരവധി ചിത്രങ്ങൾ, തഴയാനാകാത്ത ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. താങ്കളത് പ്രതീക്ഷിച്ചതാണ്? ഇങ്ങനൊരു ചോദ്യം സ്വാഭാവികമായും എല്ലാ അവാർഡ് ലഭിക്കുമ്പോഴും ഫ്രീക്വൻ്റ് ആയി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുലിനോട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ രാഹുലിന് ഈ ചിത്രത്തിന് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എന്നുള്ള തോന്നലാണ്. സത്യസന്ധമായി പറഞ്ഞാൽ അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ സിനിമ ചെയ്യാൻ തുടങ്ങിയ ദിവസം തൊട്ട് ഇന്ന് വരെ ആഗ്രഹിച്ചതും സത്യസന്ധമായി ആഗ്രഹിച്ചതും വർക്ക് ചെയ്തതും ഇങ്ങനൊരു അവാർഡിന് പരിഗണിക്കപ്പെടുന്ന ആദ്യത്തെ 5 ചിത്രങ്ങളിൽ ഒന്നായി ഒറ്റമുറി വെളിച്ചം ഉണ്ടാവണം എന്ന് വളരെ സിൻസിയറായി ആഗ്രഹിച്ചിട്ടുമുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുമുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എഗെയിൻ ഈ പറഞ്ഞതുപോലെ ജൂറിയുടെ ഒരു വ്യക്തിപരമായ അവരുടെ ഒരു തീരുമാനമാണല്ലോ ഏത് സിനിമയാണ് മികച്ചത് എന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ആ തിരഞ്ഞെടുപ്പ് കുറച്ച് ഭാഗ്യം കൂടെ നമുക്ക് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ വരുന്ന സിനിമകളിൽ ഒന്നായി ഒറ്റമുറി വെളിച്ചം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി അത് പ്രതീക്ഷിച്ചിട്ടുമുണ്ട്. അത് തീർന്ന് അതിന്റെ ഔട്ട്പുട്ട് ആദ്യം കണ്ട് പിന്നെ ഗോവയിലും ദുബായിലുള്ള വേദികളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കും ഒക്കെ അതിനെ നമുക്ക് ആ പ്രതീക്ഷകളെ വളർത്താൻ സഹായിച്ചിട്ടുണ്ട്. വളരെ വളരെ കൃത്യമായ ഉത്തരം. സിനിമ നന്നാകണം എന്നുള്ളതാണ് നടന്റെയും സംവിധായകന്റെയും തിരക്കഥാർത്ഥന്റെയും കലാസംവിധായകന്റെയും എല്ലാം താല്പര്യം. അതിനപ്പുറത്ത് ഈഗോ ഒന്നും അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാൻ കഴിയുന്ന പ്രതിഭാധനരായ യുവാക്കളാണ് ഇപ്പോൾ സിനിമയിൽ. ഡെഫിനറ്റ്ലി, അത് യാതൊരു തർക്കമില്ല കാര്യത്തിൽ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അഭിനന്ദിക്കുന്നില്ല. മലയാള സിനിമയിലെ പുതിയ ഒരു യുഗമാണ് കുറിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് സന്തോഷപൂർവ്വം സ്മരിക്കാവുന്ന ഒട്ടേറെ ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഇന്ദ്രൻസ്, അലൻഷിയർ, രാഹുൽ നായർ, സിത്താര, സന്തോഷ് രാമൻ, ഡോക്ടർ ബിജു, എല്ലാവർക്കും നന്ദി. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.